ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പോൾ ബാംഗ്ലൂരിലെത്തിയിട്ട് ഇത് 3-ാമത്തെ ദിവസമാണ്. ഇന്ന് നമ്മൾ ആദ്യം തന്നെ കാണാൻ പോകുന്നത് ഒരു മ്യൂസിയമാണ്. വിശ്വേശ്വരയ്യ ഇൻഡസ്ട്രിയൽ ആൻഡ് ടെക്നോളജിക്കൽ മ്യൂസിയം, അതാണ് ഇതിൻ്റെ മുഴുവൻ പേര്. ഞങ്ങളവിടെ എത്തുന്ന സമയത്ത് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ആയിട്ട് കുറേ കുട്ടികളെ അവിടെ ഈ മ്യൂസിയം കാണാനായിട്ട് അവിടെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ മ്യൂസിയത്തിൻ്റെ അകത്തും പുറത്തും നടന്ന് തന്നെ കുറേ കാണാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ആദ്യം നമുക്കിതിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം. ശരിക്കും നമ്മൾ ഇതിൻ്റെ അകത്തെ കാഴ്ചകൾ നമ്മൾ ഷൂട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു വീഡിയോയിലൊന്നും ഇത് നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റൂല. കാരണം ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും അതിലെ തിയറിയും പ്രാക്ടിക്കലും ഒക്കെ നമ്മൾ ശരിക്കും മനസ്സിലാക്കി വായിച്ചും ചെയ്തും മനസ്സിലാക്കേണ്ട സംഗതികളാണ്. ഇവിടെ കണ്ടതിൽ വെച്ചിട്ട് ഞാൻ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള സംഗതികൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് നമ്മൾ ഓരോന്നോരോന്നായിട്ട് വായിച്ച് കണ്ട് മനസ്സിലാക്കി വരുമ്പോഴേക്കും കുറേ സമയം പിടിക്കുന്നുണ്ട്. ഇവിടെ 4 നിലകളിലായിട്ടാണ് ഓരോരോ പാർട്ടാക്കി തിരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ടുള്ളത്. അങ്ങനെ മ്യൂസിയമൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലഞ്ച് കഴിക്കാനാണ് പോയത്. ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്തതായിട്ട് കാണാൻ പോയത് ലാൽബാഗിലേക്കാണ്. കുറേ കാലത്തിൻ്റെ ഒരു ആഗ്രഹമാണ് ബാംഗ്ലൂരിൽ എത്തിക്കഴിഞ്ഞാൽ ലാൽബാഗിലൊന്ന് പോകണം എന്നുള്ളത്. ഈ പാർക്കും തന്നെ അത്യാവശ്യം നന്നായിട്ട് നടന്ന് കാണാനായിട്ടുണ്ട്. അതായത് 240 ഏക്കറാണ് ഈ ഗാർഡന്റെ വിസ്തൃതി എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ എല്ലാ വർഷവും ഇവിടെ ഫ്ലവർ ഷോയും നടക്കാറുണ്ട്. ലാൽബാഗിന് ശരിക്കും 4 ഗേറ്റുകളാണുള്ളത്. നമ്മൾ കയറിയത് മെയിൻ ഗേറ്റിലൂടെയാണ്. കുറേ ഫിലിംസൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ടല്ലോ. അങ്ങനെയാണ് ലാൽബാഗ് ശരിക്കും കാണാനായിട്ടുള്ള ആഗ്രഹം മനസ്സിൽ വരുന്നത്. ഇതിൻ്റെ ഉള്ളിൽ ഒരു ലേക്കും കൂടി ഉണ്ട്. ഇതും തന്നെ ഫുള്ളായിട്ട് ഞാൻ കവർ ചെയ്തിട്ടില്ല. ഇതിൽ തന്നെ നമ്മൾ നടക്കുന്ന സമയത്ത് വലത്തോട്ടും ഇടത്തോട്ടുമായിട്ട് കുറേ വഴികൾ പോകുന്നുണ്ട്.
100 വർഷത്തിലേറെ പഴക്കമുള്ള മരങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണാൻ പറ്റും. രാവിലെ 6 മണിക്കാണ് ഈ പാർക്ക് ഓപ്പൺ ആക്കുന്നത്. അതുപോലെ തന്നെ വൈകുന്നേരം 7 മണി വരെയാണ് ഇതിൻ്റെ ടൈമിങ്സ്. ഇത് ഈ പാർക്കിൻ്റെ നടുക്കായിട്ടുള്ള ഒരു ഗ്ലാസ് ഹൗസാണ്. ഈ ഭാഗത്തായിട്ടാണ് ഫ്ലവർ ഷോ നടത്തുന്നത്. ഇപ്പോൾ ആ ഭാഗമൊക്കെ അടച്ചിട്ടിരിക്കുകയാണ്. കുട്ടികൾ മ്യൂസിയത്തിൽ തന്നെ അത്യാവശ്യം നന്നായിട്ട് നടന്നിട്ടുണ്ട്. അവർക്ക് അതുകൊണ്ട് ഈ പാർക്കിൽ നടക്കാൻ അത്രയ്ക്ക് മൂടില്ലായിരുന്നു. നമ്മൾക്ക് തന്നെ ഒറ്റയടിക്ക് നടന്ന് കാണാനുള്ള ദൂരമല്ല ഈ പാർക്കിനുള്ളത്. ശരിക്കും ഓരോരോ ദിവസങ്ങളായിട്ട് വന്ന് ഓരോ പാർട്ട് കവർ ചെയ്തിട്ട് നടന്ന് കാണുകയാണെങ്കിൽ ശരിക്കും അതൊരു ഇൻട്രസ്റ്റിംഗ് ആവും. അതുപോലെ തന്നെ വൈകുന്നേരങ്ങളിലൊക്കെ ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയൊരു സ്ഥലം തന്നെയാണിത്. അങ്ങനെ ലാൽബാഗിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് കമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്കാണ്. അപ്പോൾ ഇതാണ് ബാംഗ്ലൂരിലെ ഏറ്റവും തിരക്കേറിയ റോഡായ MG റോഡ്. ഇതിനടുത്തായിട്ടാണ് നമ്മൾ ഇന്നലെ മെട്രോ ഇറങ്ങിയത്. കമേഴ്ഷ്യൽ സ്ട്രീറ്റ് എന്ന് പറയുന്നത് ബാംഗ്ലൂരിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ്. ഇവിടെ നിങ്ങൾ കാണുന്ന പോലെ തന്നെ റോഡിൻ്റെ രണ്ട് സൈഡിലുമായിട്ട് ചെറിയ ചെറിയ പല ടൈപ്പിലുള്ള ഷോപ്പുകളാണുള്ളത്. ഇവിടെ രാവിലെ 10 മണി മുതൽ രാത്രി 9:30 വരെയാണ് ഇതിൻ്റെ ടൈമിങ്സ്. ഇവിടെ അധികമായിട്ട് കാണാൻ കഴിയുന്നത് ഡ്രസ്സിൻ്റെ ഷോപ്പുകളാണ്. അതിൻ്റെ കൂടെ തന്നെ ജ്വല്ലറി ഉണ്ട്, സ്പോർട്സ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട്, അതുപോലെ തന്നെ ഫുഡ് വെയർ, അങ്ങനെ പല ഷോപ്പുകളും ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ചെറിയ ചെറിയ തട്ടുകടകളും അതുപോലെ തന്നെ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡുള്ള ഹോട്ടലുകളും ഒക്കെ ഇതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഉണ്ട്. ഇത് ഞങ്ങൾ ഇവിടുത്തെ പാനിപൂരി കഴിക്കാൻ വേണ്ടിയിട്ടൊന്ന് ഒരു ഷോപ്പിൽ കയറിയതാണ്. ഇന്ന് കണ്ടതൊക്കെ തന്നെയും അത്യാവശ്യം നന്നായിട്ട് നടക്കാനുള്ള സ്ഥലങ്ങൾ തന്നെയായിരുന്നു. അങ്ങനെ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഹോട്ടലിൽ കയറിയതാണ്. അപ്പോൾ നേരത്തെ തന്നെ ഫുഡ് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇനിയും ബാംഗ്ലൂരിലെ കാഴ്ചകൾ വരുന്നുണ്ട്.
പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.